അല്ല അപ്പോൾ ഇന്ന് ഒരുപാട് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഈയിടെയായിട്ട് കുറച്ച് പേര് ചോദിക്കുന്നുണ്ട്, ചേട്ടാ വെറ്റിനറി പറ്റി പറഞ്ഞു തരുമോ, ഒരുപാട് പഠിക്കാനുണ്ടോ, കോഴ്സ് എങ്ങനെയാണ്, MBBS പോലെ പഠിക്കാൻ പാടാണോ, കോളേജ് എങ്ങനെയുണ്ട്, ഫണ്ടുണ്ടോ, ഹോസ്റ്റലിൽ ഫണ്ടുണ്ടോ, അപ്പോൾ അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ മിക്ക ഡൗട്ട് ഒരു ഓൾറൗണ്ടായിട്ട് ക്ലിയർ ആക്കാൻ പറ്റുമെന്ന് ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോയിലേക്ക് സ്വാഗതം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വെറ്റിനറി പഠിക്കുന്നത് വെർത്താണോ 2025 എന്നാണ്. യെപ്പ് ഗൈസ്, വളരെ വെർത്താണ്. കാരണം ഇതൊരു അണ്ടർ റേറ്റഡ് കോഴ്സാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ എൻ്റെ പഠിച്ചിടത്തോളം എല്ലാ സീനിയേഴ്സും പഠിച്ചിറങ്ങുമ്പോൾ തന്നെ ജോബ് ആവുന്നുണ്ട്. പിന്നെ നമുക്ക് 2 കോളേജേ ഉള്ളൂ. ഇപ്പോൾ ഇന്ത്യയിലാകെ കുറച്ച് കോളേജേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് പഠിച്ചിറങ്ങുന്നത് തന്നെ ആൾക്കാരുടെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ അതിനുള്ള ജോബ് നമുക്ക് കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് പെറ്റ് ഓണേഴ്സ് അവർ അവെയറാണ് ആനിമലിൻ്റെ ഹെൽത്തിനെ പറ്റിയൊക്കെ. ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഉണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് ഉണ്ട്, പിന്നെ അവിടെയൊക്കെ ജോബ്സ് ഉണ്ട്, പിന്നെ സയൻറ്റിഫിക് മേഖല, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. വെർത്താണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് MBBS പോലെ പഠിക്കാനുണ്ടോ, അത്ര ഹാർഡാണോന്ന്. MBBS നമ്മൾ പഠിക്കുന്നത് ഒരു അനിമലിനെ മാത്രം, അതായത് ഹ്യൂമൻ്റെ മാത്രം അനാട്ടമി, ഫിസിയോളജി, പത്തോളജി ആ കാര്യങ്ങളെ പഠിക്കുന്നുള്ളൂ. പക്ഷേ വെറ്റിനറി എന്ന് പറയുമ്പോൾ മനുഷ്യനൊഴിച്ച് ഭൂമിയിൽ എന്തൊക്കെ ജീവികളുണ്ടോ ആ ജീവിനെയൊക്കെ നോക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം വെറ്റിനറി എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത്, മെയിനായിട്ട് പഠിക്കുന്നത് പൂച്ച, പട്ടി, പശു, ആട്, കോഴിയൊക്കെയാണ്. പക്ഷെ എന്നാലും നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം. സോ അതിനനുസരിച്ച് ഇപ്പോൾ ഓരോ അനിമലും തന്നെ രാപ്പകൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ആടും പശുവും പൂച്ചയും പട്ടിയും തന്നെ അവർ കാണാനും വ്യത്യാസമാണ്, അവരെ ഫിസിയോളജി, അനാട്ടമി എല്ലാം രാപ്പകൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരുപാട് നമുക്ക് ടോപ്പിക്സ് കവർ ചെയ്യാനുണ്ട്. പിന്നെ ഒരുപാട് തിരിഞ്ഞു പോകുന്ന കൺഫ്യൂഷൻസ് വരുന്നുണ്ട്. കോംപ്ലക്സ് ആണ് പഠിച്ചെടുക്കാന്ന് വെച്ചാൽ പഠിച്ചെടുക്കാം, പക്ഷേ എന്നാലും പാടാണ്. MBBS പോലെ തന്നെ വെറ്റിനറിയും ഒരു പാടാണ് പഠിച്ചെടുക്കാൻ. നമ്മളൊക്കെ പാസ്സായില്ലേ, പഠിച്ചെടുക്കാമെന്നുള്ള. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സാലറി പറ്റിയാണ് കേട്ടോ. വെറ്റിനറി പഠിച്ചു കഴിഞ്ഞിട്ട് UG വെച്ച് തന്നെ നിങ്ങൾക്ക് ഒരു ഗവൺമെൻറ് ജോബിലാണെങ്കിൽ ഒരു 50,000 പ്ലസ് സ്റ്റാർട്ടിംഗ് ഉണ്ട് സാലറി. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലാണെങ്കിൽ 35 to 40 പ്ലസ് സാലറി ഉണ്ട്. അത് നിങ്ങളെ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങളുടെ സാലറി കൂടി പോയിക്കൊണ്ടേയിരിക്കും. നമുക്ക് UG വെച്ചാണെങ്കിൽ തന്നെ മതി ഒരു വെറ്റിനറി സർജൻ ആവാൻ. പക്ഷേ നമുക്ക് MBBSലാണെങ്കിൽ നമുക്ക് UG, PG, MD എന്ന് പോകണം. ഇവിടെ അത്രയും ഇല്ല. UG വെച്ച് തന്നെ ഇനഫ്. ഇനി ഫ്യൂച്ചറിൽ ചിലപ്പോൾ മാറുമായിരിക്കും. കാരണം ഡിമാൻഡ് ഒരുപാടുള്ളത് കൊണ്ട് ആൾക്കാർ എണ്ണവും കൂടും. അപ്പോൾ PG എടുക്കുന്നവർക്ക് എൻ്റെ ആനുകൂല്യം എന്തായാലും കാണുമായിരിക്കും. ഫ്യൂച്ചർ അറിയില്ല, സംഭവം ഇതാ. പിന്നെ നാലാമത്തെ ക്വസ്റ്റ്യൻ സൂപ്പറാട്ടോ. അതായത് ഇന്നുവരെ പട്ടിയും പൂച്ചയും തൊടാത്തവരൊക്കെ വെറ്റിനറി വന്നാൽ അവർക്കത് കോഴ്സ് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ്. ഇപ്പോൾ ഒരുപാട് പേര് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അനിമലും പട്ടിയും ഇന്നുവരെ തൊട്ട അറപ്പ് പറയുന്നവരൊക്കെ ഇവിടെ വന്നാൽ പിന്നെ സൂപ്പറായിരിക്കും. അവർ ഇന്നുവരെ തൊടാത്തവരൊക്കെ ഇവിടെ വന്ന് അനിമലിൽ തൊടുമ്പോഴൊക്കെ അവർ ഭയങ്കര ഫസ്റ്റ് പ്രശ്നമാണെങ്കിൽ പിന്നെ അവരങ്ങ് അഡ്ജസ്റ്റ് ആയി വന്നോളൂ. അതാണ് പ്രത്യേകത. അവരങ്ങ് ഇതിനോടങ്ങ് ഫോളോ ആയി ഒരു ഗോ വിത്ത് ദ ഫ്ലോ പോലെ അങ്ങ് ആയിക്കോളും. അവരും അനിമൽസാണ്. പിന്നെ പേടിക്കാനും വേണ്ട. പട്ടിയും പൂച്ചയും തൊടാത്തവരൊന്നും ഇവിടെ വന്ന് സർവൈവ് ചെയ്യാൻ പറ്റില്ലെന്നും അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി കാണും അനിമൽസുമായിട്ട് മിങ്കിൾ ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നിങ്ങൾ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളും. പിന്നെ അത് താല്പര്യം ഇല്ലെങ്കിലും അനിമൽസ് ഇവിടെ വന്നിട്ട് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് നോൺ ക്ലിനിക്കൽ ജോബ്സ് ഉണ്ട്. അപ്പോൾ അതായത് LPT, ന്യൂട്രീഷൻ, അതൊക്കെ നിങ്ങൾ അനിമൽസായിട്ട് കോൺടാക്ട് വരുന്നില്ല. അപ്പോൾ അതിനൊരു ന്യൂട്രീഷൻ നിങ്ങൾ ഒരുപാട് ഫീഡ്സ് ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ, ഒരുപാട് കമ്പനീസ്. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ജോബ് നോക്കാവുന്നേ ഉള്ളൂ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ വെറ്റിനറി കോളേജസ് എത്ര ഉണ്ടെന്ന്. വെറ്റിനറി കോളേജ് നമുക്ക് ആകെ 2 ഉള്ളൂ കേരളത്തിൽ. ഒന്ന് തൃശ്ശൂരും പിന്നെ ഒന്ന് പൂക്കോടാണ് വരുന്നത്. അതിൽ തൃശ്ശൂരായിരിക്കും ഇപ്പം ഒരുപാട് കേസിൽ വരുന്നത് തൃശ്ശൂരാണ്. പിന്നെ ഒരുപാട് സിറ്റിയിലേക്ക് അടുത്താണ് കോളേജ്. പിന്നെ ഒരുപാട് കേസിൽ വരുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ തൃശ്ശൂരായിരിക്കും കുറച്ചുകൂടി ഇത്. പിന്നെ നിങ്ങൾക്ക് വയനാട്, കോഴിക്കോട് ഏരിയയിലുള്ളവർക്കൊക്കെ വയനാടായിരിക്കും കുറച്ചുകൂടി പോകാനൊക്കെ എളുപ്പം. പിന്നെ വയനാട് കേസിൽ എണ്ണം കുറവായിരിക്കും. പിന്നെ പ്രകൃതിയും കാര്യങ്ങളൊക്കെ രസമാണ്. പിന്നെ ആ കോളേജ് നല്ലൊരു ലൊക്കേഷനാണ് ഇരിക്കുന്നത് കേട്ടോ. കാണാനും രസമാണ്, പഠിക്കാനൊക്കെ ഒരു ഊട്ടി വൈബായിരിക്കും അവിടെ പോകുമ്പോൾ. ഇവിടെ ആണെങ്കിൽ ചൂടാണ്. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. കേസിൽ എണ്ണം നമുക്ക് ഇവിടെ ആയിരിക്കും കൂടുതൽ. ഇനി ഞാൻ വല്ലതും പറഞ്ഞിട്ട് വേണം പൂക്കോട് നിന്ന് എനിക്ക് അടി വരാൻ. സോ ഇല്ല, കുഴപ്പമില്ല. 2 കോളേജ് നൈസാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ അപ്പോൾ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ളവരാണെങ്കിൽ പൂക്കോട് പോകാൻ ഊപ്പാട് വരും, അത്ര ദൂരമൊക്കെ പോകണമെന്ന് വെച്ചാൽ. അപ്പോൾ തൃശ്ശൂരാണെങ്കിൽ ഇത്ര ദൂരമേ ഉള്ളൂ. അപ്പോൾ 2 കോളേജ് നല്ലതാണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ കോഴ്സിനെ പറ്റിയാണ്. നമുക്ക് കോഴ്സ് വരുന്നത് മൊത്തത്തിലൊരു 5.5 ഇയർ കോഴ്സാണ് വരുന്നത്. അതിൽ ലാസ്റ്റ് 1 ഇയർ ഇന്റേൺഷിപ്പും ബാക്കി 4.5 ഇയറാണ് വരുന്നത്. അതിൽ 4th ഇയർ മാത്രം 1.5 വർഷമുണ്ട്, ബാക്കിയെല്ലാം 1 ഇയർ വെച്ചാണ് വരുന്നത്. പിന്നെ ഫസ്റ്റ് ഇയറിൽ 3 വിഷയം വരും, സെക്കൻഡ് ഇയറിൽ 5 വിഷയം, തേർഡ് ഇയറിലും 5 വിഷയം, 4th ഇയർ ആകുമ്പോൾ 3 വിഷയം. ഈ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറൊക്കെ നിങ്ങൾ എപ്പോഴും ക്ലാസ്സിലും തിയറിയും ഫാമിലൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ആനിമൽസുമായിട്ട് കോൺടാക്റ്റ് ഒന്നും ഇങ്ങനെ വരുന്നില്ല. പിന്നെ ഒരു തേർഡ് ഇയർ 4th ഇയറാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആരും സ്റ്റെത്തസ്കോപ്പ് ഒന്ന് വാങ്ങിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരണ്ട. സ്റ്റെത്തസ്കോപ്പൊക്കെ ഇവിടെ തേർഡ് ഇയറൊക്കെ ആയിട്ട് വന്നാൽ മതി. ഞാൻ വന്നപ്പോൾ വിചാരമുണ്ടായിരുന്നു, ഫസ്റ്റ് ഇയർ ആയി ഇനിയിപ്പോൾ എല്ലാ ആനിമൽസിലെയും സ്റ്റെത്തൊക്കെ അത്യാവശ്യം വെച്ചൊക്കെ നടക്കാമെന്ന്. ഇല്ല, ഒരിക്കലും ഇല്ല. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയറും നിങ്ങൾ ആ ക്ലാസ്സിൽ തന്നെ ഇരുന്നൊക്കെ തന്നെ പഠിക്കുന്നത്. പിന്നെ 4th ഇയർ തൊട്ട് വേണം നിങ്ങൾ ആനിമൽസൊക്കെ ആയിട്ട് കോൺടാക്റ്റ് വരുന്നതും ക്ലിനിക്സും പിന്നെ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ആറാമത്തെ ക്വസ്റ്റ്യൻ ഫീസ് സ്ട്രക്ചറിനെ പറ്റിയാണ്. അപ്പോൾ ഫീസ് വരുന്നത് നമുക്ക് ഓരോ ഇയറിലും നമുക്ക് ഫസ്റ്റ് ഇയറിൽ വരുന്നത് 30,000, സെക്കൻഡ് ഇയറിൽ 30,000, തേർഡ് ഇയറിലും 30,000, 4th ഇയറിലാണ് നമുക്കൊരു 40 to
44,000 വരുന്നത്. കാരണം അതൊരു 4th ഇയർ അല്ല 1.5 വർഷം ഡിഗ്രി അല്ലേ, 1.5 വർഷത്തെ ഡ്യൂറേഷൻ അല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് അത്രയും പൈസ വരുന്നത്. ഈ പൈസയൊക്കെ നമുക്ക് തിരിച്ച് കിട്ടാവുന്നേ ഉള്ളൂ. ഇപ്പോൾ ഈ ഗ്രാൻസും ഇതൊക്കെ കുറേ സ്കോളർഷിപ്പൊക്കെ ഉണ്ട്. ആ സ്കോളർഷിപ്പ് വഴി നമുക്ക് ഈ അടച്ച പൈസയൊക്കെ തിരിച്ച് കിട്ടും. ക്വസ്റ്റ്യൻ ഹോസ്റ്റലിനെ പറ്റിയാണ്. ഹോസ്റ്റലിനെ പറ്റി നല്ലൊരു ഹോസ്റ്റൽ ഫെസിലിറ്റി ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക്. നല്ല അതായത് ഉണക്കായിട്ടൊക്കെ നമുക്ക് എല്ലാവരുടെ റൂമിൽ ഒരുപാട് അത് വരുന്നില്ല. നിങ്ങൾക്ക് 3 പേര് മാക്സിമം 4 പേര് 2 പേര് അതൊക്കെ വെച്ചൊക്കെ നിൽക്കുന്നത് ഹോസ്റ്റലിലൊക്കെ. പിന്നെ ഹോസ്റ്റൽ ഫീസ് എന്ന് പറയുമ്പോൾ ഇത്ര തുച്ഛമായ ഫീസൊക്കെ വരും. ഹോസ്റ്റൽ ഫീസ് ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം, കുറച്ച് പൈസ വരുന്നുള്ളൂ. പിന്നെ നിങ്ങൾക്ക് മെസ് ബില്ലാണെങ്കിൽ തന്നെ നിങ്ങൾക്കൊരു ആൾമോസ്റ്റ് ഒരു 4,000, 5,000, 4,000, 3,000, 4,000, 3,000 അങ്ങനെയൊക്കെയാണ് റേഞ്ച് വരുന്നത് ഓരോ മാസം മെസ് ബില്ലെന്ന് പറയുന്നത്. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്, വെജിറ്റേറിയൻസ് ഒക്കെ വെജിറ്റേറിയൻസ് ആണോ എന്ന്. അല്ല ഗൈസ്, വെറ്റിനറി വെജിറ്റേറിയൻസ് അല്ല. ഇവിടെ എല്ലാവരും അല്ല മിക്ക ആൾക്കാരും നോൺ വെജിറ്റേറിയൻസ് ആണ്. അപ്പോൾ നമുക്ക് മെസ്സിലെ മെനുവിൽ തന്നെ ആഴ്ചയിൽ 4 ദിവസം നമുക്ക് നോൺ വെജാണുള്ളത്. വെജിറ്റേറിയൻസ് ഒന്നുമില്ല, ഇതൊക്കെ ഓരോരുത്തരും ആൾക്കാരുടെ ഇഷ്ടമല്ലേ വെജിറ്റേറിയൻ നോൺ വെജൊക്കെ. വെജിറ്റേറിയൻ ആവണം നിർബന്ധമൊന്നുമില്ല, നോൺ വെജ് ആൾക്കാരും ഉണ്ട് വെറ്റിനറിയിൽ. പിന്നെ ഉള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ അതായത് ഈ ലാർജ് അനിമൽ കേസസിനാകുമ്പോൾ ചാണകം ചവിട്ടേണ്ടി വരുമോ, അപ്പി കൈ പറ്റുമോ? ഇതൊക്കെ പറ്റുമെന്ന് വെച്ചാൽ പറ്റും, പക്ഷേ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്, ഇതൊക്കെ പറ്റും. പിന്നെ ചാണകം ചവിട്ടേണ്ടി വരും ഇപ്പോൾ ലാർജ് അനിമൽ കേസൊക്കെ ആണെങ്കിൽ. ഇപ്പോൾ അഥവാ നിങ്ങൾക്ക് ലാർജ് അനിമൽ തീരെ ഇഷ്ടമല്ലെങ്കിൽ സ്മാൾ അനിമലിലോട്ട് പോകാം. അപ്പോൾ അതായത് പിന്നെ എക്സോട്ടിക്കിലോട്ട് പോകാം. ഇപ്പോൾ ഒരുപാട് വാസ്റ്റാണ് നമുക്ക് ഡിഗ്രി എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ തന്നെ ഒരു പൂച്ചയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണെങ്കിൽ പൂച്ചയെ കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പാഷൻ. എനിക്ക് ആ പാഷൻ എനിക്കൊരു ഡോഗിനെ കാണുമ്പോൾ ഉണ്ട്, പക്ഷെ എന്നാലും ആ പൂച്ചയുടെ അടുത്തുള്ള ഒരു കൊഞ്ചിക്കുള്ള സ്നേഹമൊന്നും എനിക്ക് ആ ഒരു ഡോഗിൻ്റെ അടുത്ത് എനിക്കത് വരുന്നില്ല. പക്ഷേ അത് വരുത്തിയെടുക്കണം എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാലും ഞാൻ പൂച്ചയിലാണ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒരു ഡിബേറ്റായ ഒരു ക്വസ്റ്റ്യൻ, അതായത് MBBS ഇഷ്ടപ്പെടാതെ വരുന്നവർ, MBBS കിട്ടാതെ വരുന്നവർ വെറ്റിനറി ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വെറ്റിനറി ചൂസ് ചെയ്താൽ അത് ഇഷ്ടപ്പെടുമോ എന്നാണ്. അപ്പോൾ എൻ്റെ കൂടെയുള്ള കുറേ ഫ്രണ്ട്സ് അങ്ങനെ വന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ അവരൊക്കെ MBBS എടുക്കാത്ത സന്തോഷമായി. ഇനി കിട്ടാത്ത മുന്തിരി പുളിക്കണ്ടെന്ന് എനിക്കറിയില്ല, എന്നാലും അവർക്കൊന്നും ഇപ്പോൾ കുഴപ്പമില്ല. അവർക്കിപ്പം വെറ്റിനറി അവർ അഡ്ജസ്റ്റബിൾ ആണ്, അവർ വെറ്റിനറി ഇഷ്ടമാണ്. അവർക്കിപ്പം MBBS എടുക്കാത്ത എന്തോ നന്നായി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യുക. MBBS കിട്ടാതെ വരുന്നവർക്ക് സെക്കൻഡറി വെറ്റിനറി ചൂസ് ചെയ്തതിന് ശേഷം വെറ്റിനറി ഫസ്റ്റ് ഇയറിന് തന്നെ MBBSന് വേണ്ടി നീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ അങ്ങനെ പ്രിപ്പയർ ചെയ്യാം, പക്ഷേ ഞാൻ അതൊരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ അങ്ങനെ ചെയ്താൽ എന്തോ പെനാൽറ്റി എന്തോ ഉണ്ട്. ഇപ്പോൾ ഇതിനിപ്പോൾ കോഴ്സ് വിഡ്രോ ചെയ്യുന്നതിന് മറ്റേ കോഴ്സ് പോകുന്നതിന് ഇവിടെ പെനാൽറ്റി എത്ര അടയ്ക്കേണ്ടി വരും. അത് ലാർജ് എമൗണ്ടാണ് കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ. പിന്നെ ഉള്ളത് വെറ്റിനറി എത്ര സീറ്റ് ഉണ്ടെന്നാണ്. മൊത്തത്തിൽ തൃശ്ശൂരാണെങ്കിൽ നമുക്കൊരു 125ഓളം സീറ്റ് വരുന്നുണ്ട്. പൂക്കോടാണെങ്കിൽ ഒരു 100 സീറ്റുകളും വരുന്നുണ്ട്. 2025 നീറ്റ് എഴുതിയിട്ടിരിക്കുന്നവരാണ്. അതായത് ഇപ്പോൾ തൃശ്ശൂർ അഡ്മിഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 4,000 ഉള്ളിൽ റാങ്ക് വേണം, കീമിൻ്റെതാണ്. പിന്നെ പൂക്കോടാണെങ്കിൽ ഒരു 5,000 ആ ഒരു ഉള്ളിലായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ പ്രൊസീജിയർ. അതായത് ഒരു ജനറൽ കാറ്റഗറി 500+ഉം OBCക്ക് ആണെങ്കിൽ ഒരു 490+ ആയിരിക്കും. ഇതിപ്പോൾ ഉടനെ ഇപ്പം കീമിലപ്പം അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ തുടങ്ങും. പിന്നെ NRI സീറ്റ്സ് ഒന്നും ഇവിടെ ഇല്ല. പിന്നെ പ്രൈവറ്റ് കോളേജസ് ഒന്നും ഇവിടെ നമ്മളെ കേരളത്തിലില്ല, തമിഴ്നാടും ഇല്ല. പ്രൈവറ്റ് കോളേജ് ആണെങ്കിൽ രാജസ്ഥാൻ, ഹരിയാന അങ്ങോട്ടൊക്കെ പോകേണ്ടി വരും. ഇപ്പോൾ ഇവിടെയൊക്കെ പ്രൈവറ്റ് കോളേജസ് ഇല്ല, ഗവൺമെൻറ് കോളേജസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇന്റേൺഷിപ്പിൻ്റെ സ്റ്റൈപ്പൻഡ് എത്ര ചോദിക്കുന്നുണ്ട്. ഇന്റേൺഷിപ്പ് സ്റ്റൈപ്പൻഡ് ആണെങ്കിൽ ഒരു പെർ മന്ത് 20,000 വെച്ച് കിട്ടും 6 മന്ത് വരെ. പിന്നെ അങ്ങോട്ട് 70,000 കിട്ടും 6 മന്ത് വരെ. ഇപ്പോൾ ഇന്റേൺഷിപ്പ് സ്റ്റൈപ്പൻഡ്. ഇപ്പോൾ ഇന്റേൺഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഫാമുണ്ട്, പിന്നെ വെളിയിൽ സൂ ഉണ്ട്, പിന്നെ പല ഹോസ്പിറ്റൽസ് ഉണ്ട്, പിന്നെ തമിഴ്നാട്ടിൽ പോകണം, അങ്ങനെ ഒന്ന് ഓടി നടക്കാം, കുറേ ഉണ്ട് പഠിക്കാൻ. അപ്പം ഒരുപാട് കേസുകൾ, ഒരുപാട് കേസുകൾ കിട്ടും, എക്സ്പീരിയൻസും കിട്ടും. പിന്നെ വെറ്റിനറിയിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇത് മാത്രമേ ഉള്ളൂ. നീറ്റ് എഴുതിയാൽ മാത്രമേ വെറ്റിനറി അഡ്മിഷൻ ഉള്ളൂ. വേറെ അക്കടുക്കട് വഴിയൊന്നുമില്ല. നീറ്റ് എഴുതി വരിക, അല്ലാത്തവരൊക്കെ വരാൻ പറ്റില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്നെ പറ്റിയുള്ള ക്വസ്റ്റ്യനാണ്. അതായത് ഞാൻ വെറ്റിനറി ഇഷ്ടപ്പെട്ട് വന്നതാണോ അതോ MBBS കിട്ടാതെ വേറെ ഡിഗ്രി ഒന്നും കിട്ടാതെ വന്നതാണോ? അല്ല ഗൈസ്, എൻ്റെ 7ാം ക്ലാസ് തൊട്ടുള്ള ആഗ്രഹമാണ് വെറ്റിനറി കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വാൾപേപ്പർ വരെ ഈ കോളേജിന് വാൾപേപ്പറൊക്കെ അങ്ങനെ ഇതിനു വേണ്ടി മാത്രം പഠിച്ച് വന്നവനാണ് ഞാൻ. ഇതിൻ്റെ ഒരു ഡ്രീം കോളേജാണ് കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് മണ്ണുത്തി. ഇപ്പോഴും ഞാനൊരു കുറ്റബോധമൊന്നുമില്ല. എനിക്കത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് ഈ വെറ്റിനറി എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് പാഷനേറ്റാണ്. ഈ പൂച്ചയെ കാണുമ്പോഴും ഇപ്പോൾ നമ്മളിപ്പോൾ ഇഷ്ടമുള്ള ജോബ് ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ഫീൽ ചെയ്യാൻ പറ്റില്ലേ? അല്ല, ഇഷ്ടമുള്ളൊരു ടൈം പാസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൂച്ചയോട് ടൈം ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഗുഡാണ്. അപ്പോൾ നിങ്ങളെ ഏകദേശം ഡൗട്ടൊക്കെ വീഡിയോയിലൂടെ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയും ഡൗട്ട് ക്ലിയർ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം, അതിൽ കയറി ക്ലിക്ക് ചെയ്ത് എനിക്ക് മെസ്സേജ് അത് ഞാൻ അത് ക്ലിയർ ആക്കി തരാം. അപ്പോൾ ഞാൻ പോകുന്നു. പിന്നെ എൻ്റെ ചെറുക്കൊക്കെ ഉറങ്ങുകയാണ്. ഷുഡർ മോളെ, ഞാൻ പോകുന്നു. എൻ്റെ കൊച്ചും സൈനിങ് ഓഫ്.